സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് സലാഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, വേറെ വലിയൊരു സംഭവം വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് തീറ്റ മത്സരമാണോ എന്ന് ചോദിക്കരുത്. തീറ്റ മത്സരമല്ല, ഇതിങ്ങനെ എല്ലാം കൂടി വിഭ്രഞ്ചിച്ച് കിടക്കുന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ മേലെ സ്റ്റൂ, ബീഫ് സ്റ്റൂ. പിന്നെ നമ്മുടെ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ഇത്ര പെടുത്തി കയറ്റുമെന്ന് വിചാരിക്കരുത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ചൂടാക്കിയപ്പോൾ കഴിക്കാൻ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് എടുത്താണ് കേട്ടോ. ഇത് നമ്മുടെ പാർട്സ് കറിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും സ്റ്റൂ ആണ്, ബീഫ് സ്റ്റൂ ആണ് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകളിലൊന്നും. അപ്പോൾ നമുക്കത് കഴിക്കാം. നല്ല ഇങ്ങനെ ഈ ബ്രെഡിൻ്റെ മേലേക്ക് ഇഷ്ടം ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ വെണ്ണ പോലെയാവും. ഇതാ പശുവാണെന്ന് വിചാരിക്കരുത്. ഞാനായി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് മക്കളെ. വെളുത്തുള്ളി, സവോള, സവോള ഭയങ്കര പാടാണ് കഴിക്കാൻ. പക്ഷെ എനിക്ക് ഇറച്ചി കഴിക്കുമ്പോൾ എപ്പോഴും സവോള കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാറിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ വെണ്ണ പോലെ കുതിർന്ന ബ്രെഡും ആ ബീഫിൻ്റെ പീസും എല്ലാം കൂടി ഒരു രക്ഷയില്ല. ഇനി 50 ദിവസം കഴിഞ്ഞാലേ ഈ സ്റ്റൂ കഴിക്കാൻ പറ്റൂ. കാരണം അടുത്ത ബുധനാഴ്ച ഞങ്ങൾക്ക് നോമ്പ് തുടങ്ങുകയാണ്. 50 നോമ്പ്. 50 നോമ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്ററിനാണ് പിന്നെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുക. നോമ്പ് എടുക്കുന്ന ആൾക്കാരെ വീട്ടിൽ കേട്ടോ. ഈ ബ്രെഡ് സ്റ്റൂ തന്നെയാണ് സൂപ്പർ. ഇങ്ങനെ വെണ്ണ പോലെ. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ രസമുണ്ട്, വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ്. നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചപ്പും ചോറൊക്കെ കഴിക്കും നല്ലതാണ്. നോമ്പിന് നിങ്ങൾ ഞായറാഴ്ച ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്. നോൺ വെജ് പിന്നെ ഇനി കഴിക്കില്ലല്ലോ. ആ സവോളയുടെ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടോ മുന്തിരി ഇട്ട് വെച്ചേ.
ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ബ്രെഡും സ്റ്റൂവും കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഭയങ്കര ടേസ്റ്റാണ്. അതിനെ കൂടി സലാഡ് കഴിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാ ഓൾ സെറ്റല്ലേ? ബൈ.